എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ആ പാട്ടൊന്ന് കേൾക്കാം. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ നിൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. അമ്മൂസേ കരയുവാടാ അമ്മേ. അമ്മ കരണ്ട. കുഞ്ഞൊരു ഉമ്മ കൊടുത്തടാ അമ്മയ്ക്ക്. ഒരു സന്തോഷ കണ്ണീരല്ലേ അമ്മേ? ഒരുപാട് ഓർമ്മകൾ ഇപ്പം പോയോ മനസ്സിലൂടെ? ഞാൻ ആദ്യം തന്നെ ഇന്റർവ്യൂവിന് വരുമ്പോ ഞാൻ കരയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാ വന്നേ. ഞാൻ കരയത്തില്ല. അമ്മ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ആണോ? ഇത് കുഞ്ഞിന്റെ പേരിൽ അമ്മ അറിയപ്പെടുന്നു, ഒരു നാട് അറിയപ്പെടുന്നു. എന്തോ വേണം, ചെലവുണ്ട് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. മോളെ ചെറുതിലെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും. ഒരാൾ കണ്ടാലും പറയും നോക്കറാ കുഞ്ഞി കണ്ണില്ല. അപ്പോൾ മറ്റങ്ങനെ കുറേ ആളിങ്ങനെ നോക്കി നോക്കി ചോദിക്കും. ഇങ്ങനെ നമ്മളെ മുമ്പ് തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചയില്ലാത്തവര് എന്ന് പറയുമ്പോ ഈ ചിലവരെ മൈൻഡിൽ ഇങ്ങനെ വണ്ടിയിലും ബസ്സിലെല്ലാം ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പൈസക്കാരെ പോലെ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതെന്തുവാ പറഞ്ഞത്? പ്രസവിച്ച ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ എന്നെ മോളെ കാണാൻ വേണ്ടി തൊട്ടടുത്തില്ല അവരെല്ലാം വന്നിട്ടാ പറഞ്ഞു. എന്നോട് പറഞ്ഞു ബിന്ദു നീ ഒന്നും സങ്കടപ്പെടണ്ട, ഇതുപോലെ കുറേ കുട്ടികളുണ്ടാകുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പിച്ചൊക്കെ ഇരിക്കുന്നു. അങ്ങനത്തെ തെമ്മാടിത്തരം പറഞ്ഞിട്ടുണ്ടോ ചേച്ചി? ഞാൻ വയസ്സായ പെണ്ണുങ്ങൾ പറഞ്ഞത്. അവര് ചിലപ്പോ അവര് അറിവില്ലായ്മ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. പക്ഷെ അത് ഇന്ന് അവര് പറഞ്ഞവര് കാണുന്നുണ്ടെങ്കിലേ ഫോട്ടോ എടുക്കാൻ ക്യൂ ആളുകള് അടിക്കണതായി. കുഞ്ഞാവേ ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു ഏട്ടാ. ഇനി അമ്മ കരയല്ലേ? ഇനി കരയുവോ? കരയത്തില്ല. ഇനി കരയല്ലേ കേട്ടോ. കാരണം ഇതുപോലെ ഭാഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു അല്ലേ കുഞ്ഞാപ്പി? അതെയാ. കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മോൾ ഈ പാട്ട് പാടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പറഞ്ഞിട്ടുണ്ട്. വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേരി ഢോൽനാസുൻ ഹിന്ദി സോങ് ആണ് അത്. അടുത്ത മലയാള സിനിമയിലെ പാട്ടുകാരി കേട്ടോ. ഞാനിപ്പോ ഒരു സിനിമയില് പാടിയിട്ടുണ്ട്. റിലീസ് ആയിട്ടില്ല. അതിന്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പേര് പറയുന്നില്ല. ഇതൊക്കെ സാമ്പിൾ പിടിക്കട്ടെ അല്ലേ? അങ്ങോട്ട് വരാൻ പോകുന്നതാണോ? ആയിരിക്കാം. കാത്തിരിക്കുന്നു. അപ്പൊ എന്തോ മോടെ ഭാവി പ്ലാൻ എന്തുവാ? പാട്ടുകാരി സിനിമയില് പാടണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്ക് BEd ചെയ്തിട്ട് ഒരു ടീച്ചർ ആവണം ആഗ്രഹം. ഓ എന്റെ പൊന്നെ, ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ കേട്ടോ. ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയും ഒരു അച്ഛനും ഒരു അനിയനും ഉണ്ട് ജീവിതത്തിൽ. ഇനിയിപ്പം ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാ കുഞ്ഞു പാടുന്നേ? വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ വാതിൽ തുറക്കൂ നീ കാലമേ. കുഞ്ഞ് കാസർഗോഡ് ശൈലിയിലൊന്ന് സംസാരിക്കാവോ? സംസാരിക്കാലോപ്പാ. അപ്പൊ തുടങ്ങിയാലോ? കാസർഗോഡ് സംസാരിച്ചേ. എന്നോട് എന്തെങ്കിലും ചോദിക്കാം, അപ്പൊ ഞാൻ കാസർഗോഡ് ഭാഷയിൽ പറയാം. എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ. ഇപ്പൊ ഇങ്ങനെയുണ്ട്. ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോ? നല്ല പാങ്ങുണ്ടായിനി. നല്ല പാങ്ങുണ്ടായിനി. ഈ വാക്കുകളൊക്കെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചേ. പാങ്ങുണ്ടായിന്ന് പറഞ്ഞാല് നല്ല ഭംഗി ഉണ്ടായിന്. നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് കഴിച്ചോ? നിങ്ങപ്പോ ചോറ് കഴിച്ചോ ഊണ് കഴിച്ചോന്നല്ലേ ചോദിക്കല്? നമ്മ ചോറ് ബെയിച്ചോന്ന് ചോദിക്കല്. ബെയിച്ചോന്ന് ചോദിക്കുന്നത് ശരിക്കും ഒന്ന് കേട്ടിരുന്നാലേ മനസ്സിലാവത്തുള്ളൂ അല്ലേ? അത്ര സ്പീഡാ.
അത് സപ്തഭാഷ സംഗമ ഭൂമി എന്നാ നമ്മുടെ. അപ്പൊ തുളു കന്നഡ എല്ലാത്തിന്റെയും ഒരു മിക്സ്. അതെ അതെ അതെ. അടിപൊളി. അമ്മ എന്നോട് പറഞ്ഞതേ മലയാളം മാത്രമല്ല ഹിന്ദി തമിഴ് എല്ലാ ലിസ്റ്റും കയ്യിലുണ്ട്. അപ്പൊ തമിഴിലോട്ട് പോയാലോ? ഓക്കെ. മലർകൾ കേട്ടേ വനമേ തന്തനെ തണ്ണീർ കേട്ടേ അമൃതം തന്തനെ മലർകൾ കേട്ടേ വനമേ തന്തനെ തണ്ണീർ കേട്ടേ അമൃതം തന്തനെ எதை நான் கேட்பின் உனையே தருவாய் எதை நான் கேட்பின் உனையே தருவாய் க க மக மரி மகரி சனி ரே ச பமக மத மகரி சனி ரே ச கம சனி சதனி மத கமரி க ச நி சத நி ச நி ச மாக க நி ச பம மக சனி ச க மக ரினித மக க மக க க மரி க நிதி தி கரி மகரி ச பமத மனிதனி மத க மரி க ச மலர்கள் கேட்டேன் வனமே தந்தனே தண்ணீர் கேட்டேன் அமிர்தம் தந்தனே.